Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I'm doing final year MBBS in AIIMS Nagpur. In Namla, we'll get into part 2 of the chapter, digestion and absorption. Nammal innale already multiple choice questions, very short answer questions solve cheythu. We'll begin with the fifth question of short answer type question. Fifth question kadakkanenkil question choichirikkunnathu correct the statement given below by the right option shown in the bracket against them. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഓപ്ഷൻ നമുക്ക് ബ്രാക്കറ്റിൽ തന്നെ അതിനെ ചൂസ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് അബ്സോർപ്ഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. അബ്സോർപ്ഷൻ ഓഫ് അമിനോ ആസിഡും ഗ്ലിസറോളും എവിടെയാണ് നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. അപ്പോൾ അബ്സോർപ്ഷൻ ഓഫ് അമിനോ ആസിഡ്സും ഗ്ലിസറോളും പഠിച്ചപ്പോൾ നമ്മൾ എവിടെയാണെന്നാണ് അത് പറഞ്ഞത്? ഇറ്റ് ഹാപ്പൻസ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ല. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫീസസ് ഇൻ ദ റെക്ടം ഇനിഷ്യേറ്റ് എ റിഫ്ലെക്സ് കോസിംഗ് an urge for its removal. ആ റിഫ്ലെക്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ന്യൂറൽ ആണോ ഹോർമോണൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്കറിയാം റെക്ടം നമ്മൾ എങ്ങനെയാണ് ഡീഫിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യന് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഡീഫിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം ഒരു റിഫ്ലെക്സ് കിട്ടണം. ആ റിഫ്ലെക്സ് എതിൽ നിന്നാണ് ഉണ്ടാവുന്നത്? നമ്മൾ നല്ലോണം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്ത് അത് ആവശ്യത്തിന് അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ള അൺഅബ്സോർബ്ഡ് പാർട്ട് ഗെറ്റ്സ് ആക്യുമുലേറ്റഡ്. ആ amount ഓഫ് ഫീസസ് റെക്ടമില് കൂടി അടിഞ്ഞുകൂടാൻ തുടങ്ങും, അല്ലെങ്കിൽ ആക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ഏർജ് ഫോർ റിമൂവൽ കിട്ടും. ഇനി ആ ഏർജ് ഫോർ റിമൂവൽ എവിടെ നിന്നാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ന്യൂറൽ ആണോ ഹോർമോണൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ ആൻസർ? ഇറ്റ് ഇസ് എ ന്യൂറൽ റിഫ്ലെക്സ് ആൻഡ് നോട്ട് ഹോർമോണൽ. ഒരു ഹോർമോണും റിലീസ് ആയിട്ടല്ല എന്ത് നമുക്ക് സിഗ്നൽ കിട്ടുന്നത്, നമുക്ക് ഡീഫിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ത്രൂ ന്യൂറൽ റിഫ്ലെക്സ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ന്യൂറൽ റിഫ്ലെക്സ് ആണ്, ഹോർമോണൽ അല്ല. ഇനി ഓപ്ഷൻ സി, ക്വസ്റ്റ്യൻ സി ചോദിച്ചിരിക്കുന്ന സ്കിൻ ആൻഡ് ഐസ് ടേൺ യെല്ലോ ഇൻ ഇൻഫെക്ഷൻ. അപ്പോ ലിവറും തന്നിട്ടുണ്ട്, ഓപ്ഷനിൽ സ്റ്റൊമക്കും തന്നിട്ടുണ്ട്. ഏതിന്റെ ഇൻഫെക്ഷനിലാണ് ഏതിന്റെ ഇൻഫെക്ഷനിലാണ് ഈ ടേണിങ് യെല്ലോ അല്ലെങ്കിൽ ജോണ്ടിസ് അപ്പിയർ ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്? സ്റ്റമക്ക് അല്ല, ഇറ്റ് ഇസ് ലിവർ. കാരണം എന്താ? ലിവർ ആണ് എന്തുണ്ടാക്കുന്നത്? ബൈൽ ഉണ്ടാക്കുന്നത്. ആൻഡ് ബൈൽ ആക്യുമുലേറ്റ് ചെയ്യാണ് ഇൻ ദി ബ്ലഡ്. അങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ബൈൽ ആക്യുമുലേഷൻ ഉണ്ടാവുമ്പോഴാണ് യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഓഫ് ഫേസും സ്ക്ലീറയും ഒക്കെ കാണുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്തായിരിക്കും? ലിവർ. ഇനി ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ ഡി, റെനിൻ ഇസ് എ പ്രോട്ടിയോലിറ്റിക് എൻസൈം ഫൗണ്ട് ഇൻ ഗ്യാസ്ട്രിക് ജ്യൂസ് ഇൻ ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്കറിയാം ഇൻഫൻസിൽ നമ്മൾ പഠിച്ചപ്പോ ഇൻഫൻസിൽ എന്ത് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ ഏതിലില്ല? അഡൾട്ട്സിൽ ആബ്സെന്റ് ആണ്. കാരണം അഡൾട്ട്സിൽ ബാക്കിയുള്ള പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് ആക്ഷൻ എടുക്കും. അപ്പോൾ റെനിൻ ഏതിലേ കാണുന്നു? നമുക്ക് അപ്പൊ അതിന്റെ ആൻസർ ഇൻഫൻസ്. പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ബൈൽ ആർ റിലീസ് ത്രൂ ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഡക്റ്റിലേക്ക് കൂടിയാണ് പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും ഒരുമിച്ച് റിലീസ്ഡ് ആവുന്നത്? ക്വസ്റ്റ്യൻ ആൻസർ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ പാൻക്രിയാറ്റിക്കും ബൈൽ ബീങ് സിന്തസൈസ്ഡ് ബൈ ലിവർ അല്ലെങ്കിൽ ഹെപ്പാറ്റോസൈറ്റ്, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. ഇന്നലെ ഡിസ്കസ് ഓൾറെഡി ഡക്ട് വന്ന് റൈറ്റ് ഹെപ്പാറ്റിക് ഡക്ടും ലെഫ്റ്റ് ഹെപ്പാറ്റിക് ഡക്ടും വന്ന് എന്തുണ്ടാക്കും? കോമൺ ഹെപ്പാറ്റിക് ഡക്ട് ഉണ്ടാക്കി. ആ കോമൺ ഹെപ്പാറ്റിക് ഡക്ട് ജോസ്റ്റിക് ഡക്ട് ഓഫ് ഗോൾ ഡക്ടും മേജർ ഡക്ട് ഓപ്പൺ ചെയ്യുന്നു. ആൻഡ് അതിനെയാണ് നമ്മൾ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് റിലീസ്ഡ് ഇൻ ടു ദി ഡുവോഡിനം. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം. ഇനി എഫ് ചോദിച്ചിരിക്കുന്നത് ഡൈപെപ്റ്റൈഡ്സ്, ഡൈസാക്കറൈഡ്സ് ആൻഡ് ഗ്ലിസറൈഡ്സ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിമ്പിൾ സബ്സ്റ്റൻസസ് ഇൻ ദി റീജിയൻ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇൻ ദ ഡാഷ് റീജിയൻ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഏത് റീജിയനിലേക്കാണ് എന്ത് നടക്കുന്നത്? ഏത് റീജിയനിലാണ് ഡൈപെപ്റ്റൈഡ്സും ഡൈസാക്കറൈഡ്സും ഗ്ലിസറൈഡ്സും സിമ്പിൾ സബ്സ്റ്റൻസസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് ജെജുനം ആണോ ഡുവോഡിനം ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്തറിയാം? നമുക്കറിയാം മെയിൻ എൻസൈംസ് എല്ലാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ഓപ്പൺസ് ഇൻ ടു ദി ഡുവോഡിനം. അങ്ങനെ ഡുവോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എൻസൈംസ് വന്ന് എന്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും? നമ്മുടെ ഡൈപെപ്റ്റൈഡ്സിനെയും ഡൈസാക്കറൈഡ്സിനെയും ഗ്ലിസറൈഡ്സിനെയും ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ഇറ്റ് ഹാപ്പൻസ് മേജർലി ഇൻ ഏതെന്ന് പറയാൻ പറ്റും? ഡുവോഡിനം ആൻഡ് നോട്ട് ജെജുനം. ഇത്രയാണ് ഷോർട്ട് ആൻസർ ടൈപ്പിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതതിന്റെ സൊല്യൂഷൻ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ദ മേജർ types of cells found in the gastric glands
നെയിം ദെയർ സെക്രീഷൻസ്. അപ്പൊ നമുക്ക് എന്താ അറിയണം? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൽ കാണുന്ന മേജർ ടൈപ്സ് സെൽസ് ഏതാണെന്ന് അറിയണം, അതിന്റെ സെക്രീഷൻസ് എന്താണെന്ന് അറിയണം. ഇപ്പൊ നമ്മുടെ ഇതൊരു ഡയഗ്രം ആണ്. ഈ ഡയഗ്രത്തിൽ നമുക്ക് എന്ത് കാണാം? ഇവിടെ നമ്മുടെ ഗ്യാസ്ട്രിക് ലൂമൻ ഉണ്ട്, അതായത് നമ്മുടെ ജെ ഷേപ്ഡ് ഓർഗൻ ആയിട്ടുള്ള എന്തുണ്ട്? സ്റ്റമക്ക് ഉണ്ട്. ആ സ്റ്റമക്കിന്റെ ലൂമൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ലൂമൻ ക്യാവിറ്റി അല്ലെങ്കിൽ ആ മെയിൻ റീജിയൻ വേർ ഡൈജഷൻ ടേക്സ് പ്ലേസ്, ആ ലൂമൻ കാണാം. ആൻഡ് ആ ലൂമൻ നമുക്ക് എന്ത് കാണാം? പ്രൊട്ടക്റ്റീവ് ലെയർ. ആൻഡ് ആ പ്രൊട്ടക്റ്റീവ് ലെയർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എന്ത് കാണുന്നുണ്ട്? നമുക്കൊരു സെല്ല് കാണുന്നുണ്ട്, വിച്ച് ഇസ് മ്യൂക്കസ് സെൽ അല്ലെങ്കിൽ ഗോബ്ലെറ്റ് സെൽ. അപ്പൊ ഇതിനെ മ്യൂക്കസ് സെൽ എന്നോ മ്യൂക്കസ് നെക്ക് സെൽ എന്നോ വിളിക്കും. അപ്പോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെല്ല് നമുക്ക് എന്ത് കിട്ടി? ഗ്യാസ്ട്രിക് ലൂമിലേക്ക് മ്യൂക്കസ് പ്രൊട്ടക്റ്റീവ്. എന്തിനാണ് ഈ മ്യൂക്കസ് പ്രൊട്ടക്റ്റീവ് ലെയർ? ടു പ്രൊട്ടക്ട് ദി സ്റ്റമക്കിന്റെ വാൾ, ടു പ്രൊട്ടക്ട് ദി വാൾ ഓഫ് ദി സ്റ്റമക് ഫ്രം ദി എക്സ്കോറിയേഷൻ ഫ്രം ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മ്യൂക്കസ് പ്രൊട്ടക്റ്റീവ് ലെയർ വേണം. അത് സെക്രീറ്റ് ചെയ്യാൻ നമുക്കിവിടെ മ്യൂക്കസ് നെക്ക് സെല്ല് കാണും, വിച്ച് സെക്രീറ്റ്സ് മ്യൂക്കസ്. ഇനി അത് നമുക്ക് അലോങ് ദി ലൈനിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഇൻ ബിറ്റ്വീൻ ചില ഗ്രീൻ ടൈപ്സ് ഓഫ് സെൽസ് കാണുന്നുണ്ട്. ഗ്രീൻ കളറിൽ ഇവിടെ കാണുന്ന സെൽസ് കാണാൻ പറ്റുന്നുണ്ട്. അതെന്ത് സെൽസ് ആണ്? വിച്ച് ഇസ് പെറൈറ്റൽ സെൽ. പെറൈറ്റൽ സെൽ സെക്രീറ്റ്സ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് അവിടെ പെറൈറ്റൽ സെല്ല് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് എന്തായി? സെക്കൻഡ് ടൈപ്പ് ഓഫ് സെൽസ്. ഇനി പെറൈറ്റൽ സെല്ല് നമ്മൾ എന്തെന്നും കൂടി വിളിക്കും? ഓക്സിൻറ്റിക് സെൽസ് കൂടി വിളിക്കും. കാരണം എന്താ? അത് ഹൈഡ്രോക്ലോറിക് ആസിഡും ഇൻട്രിൻസിക് ഫാക്ടറും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഇൻട്രിൻസിക് ഫാക്ടർ? ദി ഫാക്ടർ എസെൻഷ്യൽ ഫോർ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12. ഇത് രണ്ടും സെക്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് വേണമെങ്കിൽ ചോദിക്കാം, ഓരോ സെല്ലും കൊടുത്തിട്ട് അതിന്റെ സെക്രീഷൻസ് ഏതാന്ന് പറയാൻ വേണ്ടി. അപ്പോ സെക്കൻഡ് ടൈപ്പ് ഓഫ് സെൽ, ഫസ്റ്റ് ടൈപ്പ് മ്യൂക്കസ് നെക്ക് സെൽ, സെക്കൻഡ് ടൈപ്പ് പെറൈറ്റൽ ഓർ ഓക്സിൻറ്റിക് സെൽ, ആൻഡ് തേർഡ് സെൽ ഈ ഡയഗ്രത്തിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ചീഫ് സെൽ. റെഡ് കളേർഡ് ആയിട്ടുള്ള ചീഫ് സെല്ല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ചീഫ് സെല്ലിനെ നമ്മൾ എന്തെന്നും കൂടി വിളിക്കും? പെപ്റ്റിക് സെൽ എന്നും കൂടി നമ്മൾ വിളിക്കും. പെപ്റ്റിക് സെൽ ഓർ ചീഫ് സെൽസ് secretes the proenzyme pepsinogen which gets later activated to form pepsin. അപ്പോ നമുക്ക് ഈ ഡയഗ്രം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആ 3 ടൈപ്സ് ഓഫ് സെൽസ് പറയാൻ പറ്റും ആൻഡ് ഇറ്റ്സ് സെക്രീഷൻസ് പറയാൻ പറ്റും. ആദ്യം മ്യൂക്കസ് സെൽ, മ്യൂക്കസ് നെക്ക് സെൽ കണ്ടിരുന്നു, which secretes mucus. Parietal അല്ലെങ്കിൽ oxyntic cell secreting HCl and intrinsic factor. Peptic or chief cell secreting pepsinogen. ഇനി സൊല്യൂഷൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിന് മെയിൻലി 3 ടൈപ്സ് ഓഫ് സെൽസ് ആണ് ഉള്ളത്. ഒന്ന് മ്യൂക്കസ് നെക്ക് സെൽ അല്ലെങ്കിൽ ഗോബ്ലെറ്റ് സെൽ. ഗോബ്ലെറ്റ് സെൽ അല്ലെങ്കിൽ മ്യൂക്കസ് നെക്ക് സെൽ സെക്രീറ്റ് ചെയ്യുന്നത് മ്യൂക്കസ്. ഇനി പെപ്റ്റിക് സെൽ ഓർ ചീഫ് സെൽസ്, അതിനെ നമ്മൾ സൈമോജനിക് സെൽ എന്നും കൂടി വിളിക്കും. കാരണം എന്താ? നമ്മുടെ പ്രോ എൻസൈം സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട്, പ്രോ എൻസൈം ലൈക്ക് പെപ്സിനോജൻ ആൻഡ് പ്രോ റെനിൻ സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെ സൈമോജനിക് സെൽ എന്നും കൂടി വിളിക്കും. ആൻഡ് തേർഡ് ടൈപ്പ് ഓഫ് സെൽ ബി parietal or oxyntic cells involved in secretion of HCl and Cassell's intrinsic factor. Cassell's intrinsic factor CIF, which is essential for the absorption of vitamin B12 in ileum. ഇത്രയാണ് 6th ക്വസ്റ്റ്യൻ ആൻസർ. ഈ ഡയഗ്രം കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന ഹൗ ഇസ് ദ intestinal mucosa protected from the acidic food entering from stomach? അപ്പൊ നമുക്കറിയാം സ്റ്റൊമക്കില് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസ് കാരണം മോസ്റ്റ്ലി ആസിഡിക് pH ആണ് ഉള്ളത്. ആൻഡ് ആസിഡിക് pHനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റമക്ക് വാൾസ് ഉണ്ട്, മ്യൂക്കോസ ഉണ്ട്. അതേപോലെ ഇത്തരത്തിലുള്ള ആസിഡിക് ഫുഡ് നമുക്ക് ഡയറക്ട്ലി ഇനി എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ഇന്റസ്റ്റൈനിലേക്കാണ് പോകുന്നത്, വിച്ച് ഇസ് ഫസ്റ്റ് പാർട്ട് ബീങ് ഡുയോഡിനം. അപ്പൊ ഡുയോഡിനത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഡുയോഡിനത്തില് എങ്ങനെയാണ് ഡുയോഡിനത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡുയോഡിനത്തിന്റെ മ്യൂക്കോസിനെ ഇന്റസ്റ്റൈനൽ മ്യൂക്കോസ എന്ന് വിളിക്കും. ഈ ഇന്റസ്റ്റൈനൽ മ്യൂക്കോസ എങ്ങനെയാണ് ഈ ആസിഡിക് എൻവയൺമെന്റിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? നമ്മുടെ സ്റ്റൊമക്കിലുള്ളത് പോലെ തന്നെ ഇന്റസ്റ്റൈനിലും എന്തുണ്ടാവുന്നുണ്ട്? നമ്മുടെ ഒരു മ്യൂക്കസ് ലെയർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ മ്യൂക്കസ് ലെയർ ഉള്ളത് കൊണ്ട് ഇന്റസ്റ്റൈനൽ വാള് എങ്ങനെയാണ്? ഒരു ചെറിയൊരു എമൗണ്ടിലേക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി അത് കൂടാണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്? പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന എന്തുണ്ട്? ബൈകാർബണേറ്റ്സ് ഉണ്ട്. അപ്പൊ ബൈകാർബണേറ്റ്സും നമ്മുടെ മ്യൂക്കസ് വിച്ച് ഇസ് ഓൾറെഡി സെക്രീറ്റഡ് ബൈ ഗോബ്ലെറ്റ് സെൽസ്, ഇത് രണ്ടും കൂടി വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഈ എക്സ്കോറിയേഷന്
നമുക്ക് പ്രൊട്ടക്റ്റഡ് ആക്കാം ഏതിന് മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിന്. ഇനി ഇപ്പോ അതിന്റെ മെയിൻ ആൻസർ എന്ന് പറയുന്നത് ഗോബ്ലെറ്റ് സെൽ ആൻഡ് ദി ബൈകാർബണേറ്റ്സ് ഫ്രം പാൻക്രിയാസ്. ഗോബ്ലെറ്റ് സെൽസ് മ്യൂക്കസ് ഉണ്ടാക്കി ആൻഡ് നമ്മുടെ പാൻക്രിയാസ് ബൈകാർബണേറ്റ്സ് റിലീസ് ചെയ്തു. ഇത് രണ്ടും എന്തുണ്ടാക്കുന്നു? നമ്മുടെ ഇന്റസ്റ്റൈനൽ മ്യൂക്കോസേനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി അത് കൂടാണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമ്മുടെ ഫുഡ് ഇന്റസ്റ്റൈനിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? കൈമെന്ന് വിളിച്ചു. ആൻഡ് ആ ഫുഡ് ആഫ്റ്റർ ദി പാസേജ് ത്രൂ പൈലോറിക് സ്ഫിങ്ക്ടർ. പൈലോറിക് സ്ഫിങ്ക്ടർ എന്ന് പറഞ്ഞാൽ പൈലോറസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാർട്ട് ഓഫ് സ്റ്റൊമക്. ആൻഡ് അവിടെ ഒരു ചെറിയ സ്ഫിങ്ക്ടർ ഉണ്ട്. ആ സ്ഫിങ്ക്ടർ കടന്നു കഴിയുമ്പോഴാണ് ഇറ്റ് എൻറ്റേഴ്സ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ഡുവോഡിനം, വിച്ച് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഇൻറ്റസ്റ്റൈൻ. ഇനി അവിടുന്ന് ഡുവോഡിനം ഹാസ് ഓൾറെഡി ദ സെക്രീഷൻസ് ഓഫ് ഏത് നമ്മുടെ പാൻക്രിയാസിന്റെയും ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് വരുന്ന ജ്യൂസസിന്റെ സെക്രീഷൻസ് ഓൾറെഡി ഉണ്ട്, വിച്ച് ഇസ് ആൽക്കലൈൻ ഇൻ നേച്ചർ. അപ്പൊ ആൽക്കലൈൻ ബൈൽ ജ്യൂസ് ഉണ്ട് അവിടെ, ആൽക്കലൈൻ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഇന്റസ്റ്റൈനൽ ജ്യൂസിനെ നമ്മൾ ആൽക്കലൈൻ സക്കസ് എൻറ്ററിക്കസ് എന്ന് വിളിക്കും. ഇനി ഈ ആൽക്കലൈൻ ജ്യൂസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫുഡിന്റെ മീഡിയം വിച്ച് വാസ് ഏർലിയർ ആസിഡിക്, അതിന് നമ്മളിപ്പോ എന്ത് ചെയ്തു? മേക്സ് ദി മീഡിയം ആൽക്കലൈൻ. അപ്പൊ ആൽക്കലൈൻ ആക്കുമ്പോൾ ഇന്റസ്റ്റൈന് എന്ത് പറ്റുന്നുണ്ട്? ഡാമേജ് ഉണ്ടാവുന്നില്ല. അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ ഡുവോഡിനത്തിന് തന്നെ അതിന്റെ ഒരു മ്യൂക്കസ് ലെയർ സെക്രീഷൻസ് ഉണ്ട് അലോങ് വിത്ത് വാൾ ഫ്രം ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ഇൻ ഡുവോഡിനം. അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്ത് പറയാൻ പറ്റും? ആൽക്കലൈൻ ബൈൽ ജ്യൂസ്, ആൽക്കലൈൻ പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് തേർഡ് ആൽക്കലൈൻ ഇന്റസ്റ്റൈനൽ ജ്യൂസിനെ നമ്മൾ പ്രത്യേക പേര് വിളിക്കും സക്കസ് എൻറ്ററിക്കസ്. ഇത് മൂന്നും മേക്സ് ദി ഫുഡിന്റെ pH ടു ആൽക്കലൈൻ ആൻഡ് ഹെൻസ് പ്രൊട്ടക്ടിങ് ദി ഇന്റസ്റ്റൈനൽ വാൾ അല്ലെങ്കിൽ അതിന്റെ മ്യൂക്കോസ. അത് കൂടാണ്ട് ഡുവോഡിനത്തിലെ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ മ്യൂക്കസ് ഒരു കോട്ടിംഗ് പോലെ ആക്ട് ചെയ്യുന്നു നമ്മുടെ ലൂമന്റെ അറൌണ്ട് അല്ലെങ്കിൽ ഇന്റസ്റ്റൈനൽ ലൈനിങ്ങിന്റെ അറൌണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു? അഗൈൻ പ്രൊട്ടക്ടിങ് ഇന്റസ്റ്റൈനൽ മ്യൂക്കോസ. ഇനി തേർഡ് പോയിന്റ് പറയാനാണെങ്കിൽ ഏതൊരു പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്താലും വി ക്യാൻ ഫൈൻഡ് ഈച്ച് സ്ട്രക്ചറിന് ഒരു സ്ട്രോങ് വാൾ ഉണ്ട് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് ലെയേഴ്സ് ലൈക്ക് മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസിൽ ലെയർ ആൻഡ് സിറോസ. അപ്പൊ ഈ ഡിഫറെന്റ് ലെയേഴ്സ് ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എന്തുണ്ട്? ദേ ഹാവ് ദി കപ്പാസിറ്റി ടു റെസിസ്റ്റ് എനി കൈൻഡ് ഓഫ് ഇഞ്ചറി. അപ്പോ സ്റ്റൊമക്കിന് എങ്ങനെയുണ്ട്? സ്ട്രോങ് മ്യൂക്കോസൽ വാൾ ഉണ്ട് ടു റെസിസ്റ്റ് ആസിഡ് ഇഞ്ചറി. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഇന്റസ്റ്റൈനൽ വാളിനും എന്തുണ്ട്? ദേ ഹാവ് ദി കപ്പാസിറ്റി ടു റെസിസ്റ്റ് എനി കൈൻഡ് ഓഫ് ഇഞ്ചറി. അപ്പോ അടുത്ത പോയിന്റ് എന്ത് എഴുതാൻ പറ്റും? സ്ട്രോങ് വാൾ ഉണ്ടെന്ന് എഴുതാൻ പറ്റും ഫോർ ഈച്ച് സ്ട്രക്ചർ. ഇനി ഈ സ്ട്രോങ് വാളിൽ നമുക്ക് ഏതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാം? മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസിൽ ലെയർ ആൻഡ് സിറോസ. സബ് മ്യൂക്കോസ, മസ്കുലർ ലെയർ ആൻഡ് സിറോസ. ഇനി ഇതൊന്നും കൂടാണ്ട് അപ്പാർട്ട് ഫ്രം ഓൾ ദീസ് നമുക്ക് എന്ത് കാണാൻ പറ്റും? മ്യൂക്കോസയിൽ തന്നെ, കാരണം മ്യൂക്കോസയാണ് എന്ത്? ലൂമന്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാൾ. അപ്പൊ മ്യൂക്കോസയിൽ എന്തുണ്ട്? സർട്ടൻ കൈൻഡ് ഓഫ് ബയോകെമിക്കൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട് ടു ന്യൂട്രലൈസ് വാട്ട് എവർ എക്സ്പോഷർ ഇറ്റ് ഇസ് എക്സ്പോസ് ടു. അതായത് വാട്ട് എവർ തിങ്, അതായത് ഫുഡിന് ഇപ്പൊ ആൽക്കലൈൻ ആണ് ആൻഡ് അത് മോർ ആൽക്കലൈൻ ദാൻ റിക്വയർഡ് ആയാലും അതിനെന്താക്കണം? ന്യൂട്രലൈസ് ചെയ്യണം. ആൻഡ് ഈവൻ ഇഫ് സ്റ്റമക്ക് പോലെയുള്ള സ്ട്രക്ചർ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ആസിഡ്, അതിന്റെ ആസിഡിറ്റി ഒരുപാട് കൂടി പോലെ എക്സ്പോറിയേഷൻ നടക്കും. അപ്പൊ അതിനെ ചെറുതായിട്ടൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ ദർ ഇസ് ബയോകെമിക്കൽ അറേഞ്ച്മെന്റ്. അപ്പൊ അടുത്ത പോയിന്റ് എന്താ എഴുതാൻ പറ്റും? ബയോകെമിക്കൽ അറേഞ്ച്മെന്റ് ഇൻ മ്യൂക്കോസൽ ലെയർ ഓഫ് ഈച്ച് പാർട്ട്. എന്തിനെ ഹെൽപ്പ് ചെയ്യാൻ? ന്യൂട്രലൈസേഷൻ ഓഫ് ആസിഡ് ഓർ ആൽക്കലി. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഏതിന്റെ ആൻസർ വരണം? 7th ക്വസ്റ്റ്യന്റെ ആൻസറിൽ വരണം. How is the intestinal mucosa protected from the acid food entering from stomach ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് ആൻസറിൽ വന്നിരിക്കണം. ഇത്രയും കീവേഡ്സ് ആണ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ഇങ്ങനെ എഴുതണം. ഇനി 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഹൗ ആർ ദി ആക്ടിവിറ്റീസ് ഓഫ് ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ട്രാക്ട് റെഗുലേറ്റഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഡൈജസ്റ്റീവ് സിസ്റ്റം ഹോൾ ഒരു കൺട്രോളിലാണ്, കോർഡിനേറ്റഡ് ആണ് അവരുടെ ആക്ടിവിറ്റി. ഈ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആരാണ് ഇവരില് റെഗുലേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? മേജർ ആയിട്ടുള്ള ബോഡിയിലെ എല്ലാ സിസ്റ്റംസിനെയും പോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം വിച്ച് ഇസ് ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ട്രാക്റ്റിനും ഏത് രണ്ട് മെയിൻ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡ് ആണ് ഉള്ളത്, വിച്ച് ഇസ് ന്യൂറൽ ആൻഡ് ഹോർമോണൽ കൺട്രോൾ. ന്യൂറൽ ആൻഡ് ഹോർമോണൽ കൺട്രോൾ ഏതുണ്ട്? GITക്ക് ഉണ്ട്.
8th ക്വസ്റ്റിന്റെ ഫസ്റ്റ് പോയിന്റ് കൺട്രോൾ ഏത് രണ്ടെണ്ണത്തിന്? ന്യൂറൽ കൺട്രോൾ ഉണ്ട് ആൻഡ് ഹോർമോണൽ കൺട്രോൾ ഉണ്ട്. അതേപോലെ തന്നെ ഈ ന്യൂറൽ കൺട്രോളും ഹോർമോണൽ കൺട്രോളും അതിനെ ഏത് വരെ എത്തണം, ഏത് പോയിന്റ് വരെ എത്തണം? നമ്മുടെ ഗ്യാസ്ട്രോ ഇൻസ്റ്റൈനൽ ട്രാക്ട് വരെ എത്തണം. അപ്പൊ ന്യൂറൽ കൺട്രോൾ അത്രയും ഉള്ളിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്ത് ഇന്നർവേഷൻ വേണം? നെർവ്സിന്റെ ഇന്നർവേഷൻസ് വേണം. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? GIT is innervated by intrinsic nerves as well as extrinsic nerves. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഇൻട്രിൻസിക് ന്യൂറൽ സിസ്റ്റം, എക്സ്ട്രിൻസിക് ന്യൂറൽ സിസ്റ്റം അവര് എങ്ങനെയാണ് അവരുടെ ഫങ്ഷൻ ചെയ്യുന്നതെന്നാണ്. ഇപ്പൊ ന്യൂറൽ കൺട്രോൾ നമ്മളിപ്പോ അഗൈൻ 2 പോയിന്റ് പഠിച്ചു. ഇൻട്രിൻസിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് എക്സ്ട്രിൻസിക് ന്യൂറൽ സിസ്റ്റം. ഇനി ഇൻട്രിൻസിക്കിലും എക്സ്ട്രിൻസിക്കിലേക്കും വന്നാൽ ഫസ്റ്റ് പോയിന്റ് ഇൻട്രിൻസിക് ന്യൂറൽ സിസ്റ്റം, അതിനെ നമ്മൾ എന്തെന്നും കൂടി വിളിക്കും? ഇന്റേണൽ. അതായത് ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്നുള്ളൊരു മീനിങ്. അപ്പൊ നമ്മളിപ്പോ ഏതിന്റെ ഇൻസൈഡിലാണ് നിൽക്കുന്നത്? നമ്മുടെ ഇന്റസ്റ്റൈന്റെ GITന്റെ ഇൻസൈഡിലാണ്. അപ്പോൾ GITയിലെ മേജർ പാർട്ട് നമ്മൾ എന്തെന്ന് വിളിക്കും? എന്ററോ എന്നാണ് വിളിക്കാറ്, GITനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾക്ക്. അപ്പൊ നമ്മൾ അതിനെ എന്തെന്നും കൂടി വിളിച്ചു? ഇൻട്രിൻസിക് ന്യൂറൽ സിസ്റ്റത്തിനെ വി ഓൾസോ കോൾ ഇറ്റ് ആസ് എന്ററിക് ന്യൂറൽ സിസ്റ്റം. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഒരു സ്ലാഷ് ഇട്ട് എന്ററിക് ന്യൂറൽ സിസ്റ്റം എന്ന് കൂടി എഴുതാം. ഇനി ഈ എന്ററിക് ന്യൂറൽ സിസ്റ്റത്തിൽ എന്താണ് ഉള്ളത്? മെയിൻലി 2 പ്ലെക്സസ് ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്. എന്തൊക്കെ? ഒന്ന് മീസ്നസ് പ്ലെക്സസ് വിച്ച് സിറ്റുവേറ്റഡ് ഇൻ സബ് മ്യൂക്കോസ. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓരോ പ്ലെക്സസും ഏത് ലൊക്കേഷനിലാണ്, ഏത് വാൾ ലെയറിലാണ് ലൊക്കേറ്റഡ് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് തിങ് മീസ്നസ് പ്ലെക്സസ് ഇൻ സബ് മ്യൂക്കോസ. സെക്കൻഡ് തിങ് ഓർബാക്സ് പ്ലെക്സസ്, അതിന്റെ വേറെ പേര് മൈ എന്ററിക് പ്ലെക്സസ് which is situated in muscular layer. അപ്പൊ നമുക്ക് ഈ ന്യൂറൽ സിസ്റ്റത്തിനെ 2 ലെയറിൽ പഠിച്ചു. ഒന്ന് സബ് മ്യൂക്കോസ, ഒന്ന് മസ്കുലർ ലെയർ. സബ് മ്യൂക്കോസയിലെ മീസ്നസ് പ്ലെക്സസ്, മസ്കുലർ ലെയറിലെ മൈ എൻട്രിക് അല്ലെങ്കിൽ ഓർബാക്സ് പ്ലെക്സസ്. ഇനി ഈ 2 പ്ലെക്സസും എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? മെയിൻ ഫങ്ഷൻസ് ലൈക്ക് സെക്രീഷൻ ആൻഡ് മോട്ടിലിറ്റി. അതായത് ഇന്റസ്റ്റൈനിലെ ഓരോ പാർട്ടിലും സെക്രീഷൻസ് ഒക്കെ കൃത്യമായിട്ട് സെക്രീറ്റഡ് ആവുന്നുണ്ട്, റിലീസ്ഡ് ആവുന്നുണ്ട്. ആൻഡ് ദ ഇന്റസ്റ്റൈൻ ഇസ് മോട്ടൈൽ ഇനഫ് ടു ഹെൽപ്പ് ഇൻ വിത്ത് ദ ചേർണിംഗ് എഫക്ട്. അപ്പൊ ചേർണിങ്ങിനും മിക്സിംഗ് ഓഫ് ഫുഡിനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ മാത്രം കേപ്പബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ആര്? എന്ററിക് ന്യൂറൽ സിസ്റ്റം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഏതിനെ താഴെ പഠിക്കുന്നത്? ഇൻട്രിൻസിക് ന്യൂറൽ സിസ്റ്റത്തിന്റെ താഴെ പഠിക്കുന്നത്. ഇൻട്രിൻസിക് അല്ലെങ്കിൽ എന്ററിക്. നമ്മൾ എന്ത് പഠിച്ചു? എന്ററിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻട്രിൻസിക് നെർവസ് സിസ്റ്റം നമുക്ക് പറയാം. അതില് നമുക്ക് സബ് മ്യൂക്കോസ ലെയറിൽ മീസ്നസ് പ്ലെക്സസ് കണ്ടു ആൻഡ് മസ്കുലർ ലെയറിൽ മൈ എൻട്രിക് പ്ലെക്സസ് കണ്ടു. ഇനി മീസ്നസ് മെയിൻലി അസോസിയേറ്റഡ് വിത്ത് സെക്രീഷൻസ് ആൻഡ് ബ്ലഡ് സപ്ലൈ. അതേപോലെ തന്നെ മൈ എൻട്രിക് പ്ലെക്സസ് മെയിൻലി എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മോട്ടിലിറ്റി അല്ലെങ്കിൽ പെരിസ്റ്റാൾസിസ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. മൈ എൻട്രിക് മെയിൻലി ഇൻ മസ്കുലർ ലെയർ. മസ്കുലർ ലെയർ ആകുമ്പോൾ മസിൽസ് ഉണ്ട്. മസിൽസ് ഹെൽപ്പ് ഇൻ മോട്ടിലിറ്റി ആൻഡ് ഓൾസോ പെരിസ്റ്റാൾസിസ്. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഇതാണ് എക്സ്ട്രിൻസിക് നെർവസ് സിസ്റ്റം. എക്സ്ട്രിൻസിക് നെർവസ് സിസ്റ്റത്തിൽ ഏത് 2 ഉണ്ട്? പാരസിമ്പത്തറ്റിക് സിസ്റ്റം ആൻഡ് സിമ്പത്തറ്റിക് സിസ്റ്റം. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. എന്ത്? ഈ എക്സ്ട്രിൻസിക് നെർവസ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് സ്വയം ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ദേ ജസ്റ്റ് റെഗുലേറ്റ് അല്ലെങ്കിൽ മോഡിഫൈ ദി ആക്ടിവിറ്റി ഓഫ് നമ്മൾ ഓൾറെഡി പഠിച്ച എന്ററിക് നെർവസ് സിസ്റ്റം. ഇനി ഈ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്ട്രിൻസിക് നെർവസ് സിസ്റ്റം ഇല്ലെങ്കിൽ പോലും എന്തുണ്ട്? നമുക്ക് പെരിസ്റ്റാൾസിസ് പ്രസന്റ്. കാരണം എന്താ? പെരിസ്റ്റാൾസിസ് മൈ എൻട്രിക് പ്ലെക്സസ് ചെയ്യുന്നതാണ് മോട്ടിലിറ്റി ആൻഡ് പെരിസ്റ്റാൾസിസ് വിച്ച് ഇസ് കൺട്രോൾഡ് ബൈ ദി എന്ററിക് നെർവസ് സിസ്റ്റം. ഇനി ഈ എന്ററിക് നെർവസിനെ ജസ്റ്റ് മോഡിഫൈ ചെയ്യാൻ ആരുണ്ട്? എക്സ്ട്രിൻസിക് നെർവസ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് പാരസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി. ഇനി പാരസിമ്പത്തറ്റിക് ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? സെക്രീഷൻസിനെയും മോട്ടിലിറ്റിനെയും ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ സിമ്പത്തറ്റിക് എന്ത് ചെയ്യുന്നു? മോട്ടിലിറ്റിനെയും സെക്രീഷനെയും ഡിക്രീസ് ചെയ്യുന്നു. അപ്പോ ഈ ഇത്രയും പോയിന്റ്സ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കാം. നമ്മൾ GIT എടുത്തു നോക്കിയാൽ നമുക്കറിയാം 4 ലേയേഴ്സ് ഉണ്ട്. മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ് പ്രോപ്രിയ ആൻഡ് സിറോസ അല്ലെങ്കിൽ ഏറ്റവും പുറത്തത്തെ ലെയർ അഡ്വന്റീഷ്യ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ മീസ്നസ് അല്ലെങ്കിൽ സബ് മ്യൂക്കോസിസ് പ്ലെക്സസ് പഠിച്ചത് സബ് മ്യൂക്കോസയിലാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ജസ്റ്റ് പിക്ചർ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ലൊക്കേഷൻ അറിഞ്ഞിരിക്കാൻ. ഇനി ഓർബാക്സ് അല്ലെങ്കിൽ മൈ എൻട്രിക് പ്ലെക്സസ് കാണുന്നത് മസ്കുലാരിസ് പ്രോപ്രിയയിലാണ്. ബാക്കി 2 ലേയേഴ്സിലും ഏതില്ല? ഇങ്ങനെയുള്ള പ്ലെക്സസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് കണ്ടു? ഇൻട്രിൻസിക് ന്യൂറൽ സിസ്റ്റം കണ്ടു അല്ലെങ്കിൽ എന്ററിക് ന്യൂറൽ സിസ്റ്റം കണ്ടു, കൺസിസ്റ്റിംഗ് ഓഫ് മീസ്നസ് ആൻഡ് മൈൻട്രിക് പ്ലെക്സസ്. അതിന്റെ ഓരോന്നിന്റെ സ്പെസിഫിക് ലെയർ നമ്മൾ കണ്ടു. ആൻഡ് എന്ററിക് നെർവസ് സിസ്റ്റം എന്താണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്
കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടു? അടുത്ത നെക്സ്റ്റ് ന്യൂറൽ സിസ്റ്റം എക്സ്ട്രിൻസിക് ഇന്നോവേഷൻ which is parasympathetic and sympathetic nerves, which can only modify the activity of intrinsic neural system. Sight, smell, and presence of food in the oral cavity stimulating secretion of saliva. ഇനി അത് ചെയ്യുന്നത് ത്രൂ വേഗസ് നെർവ്. ഇനി അത് കഴിഞ്ഞ് എന്താണ്? ഗ്യാസ്ട്രിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻസ് ആർ ഓൾസോ സ്റ്റിമുലേറ്റഡ് ബൈ CNS നിന്ന് ഡയറക്ട്ലി വരുന്ന ന്യൂറൽ സിഗ്നൽസ്. ഇനി ദ മസ്കുലർ ആക്ടിവിറ്റി ഓഫ് ഡിഫറെന്റ് പാർട്സ് ഓഫ് അലിമെന്ററി കനാൽ, അതും ആരാണ് മോഡറേറ്റ് ചെയ്യുന്നത്? ന്യൂറൽ സിസ്റ്റം, ബോത്ത് ലോക്കൽ ആൻഡ് ത്രൂ CNS. അപ്പൊ ഇത്രയാണ് ന്യൂറൽ സിസ്റ്റത്തിന്റെ കൺട്രോളിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഹോർമോണൽ കൺട്രോളും ഉണ്ട്. അതാണ് മെയിൻ സെക്കൻഡ് ഹെഡിങ്, ഹോർമോണൽ കൺട്രോൾ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇനി അതാരാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്? ചില ലോക്കൽ ഹോർമോൺസ് പ്രസന്റ് ഇൻ ഗ്യാസ്ട്രിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ. ആ ഹോർമോൺസിന്റെ പേരും അതിന്റെ ആക്ടിവിറ്റീസും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. മെയിൻലി ഏതൊക്കെ ഹോർമോൺസ് പഠിക്കണം? ഗ്യാസ്ട്രിൻ, കോളിസിസ്റ്റോകൈനിൻ CCK എന്ന് വിളിക്കും, സെക്രീറ്റിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, ഗ്രലിൻ, ബോംബസിൻ ആൻഡ് ഗ്യാസ്ട്രിക് റിലീസിംഗ് പെപ്റ്റൈഡ്. ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഗ്യാസ്ട്രിൻ, CCK, സെക്രീറ്റിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ ആൻഡ് GRP അല്ലെങ്കിൽ ഗ്യാസ്ട്രിൻ റിലീസിംഗ് പെപ്റ്റൈഡ്. ഇനി ഗ്യാസ്ട്രിൻ എന്താണ് ചെയ്യുന്നത്? എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഇൻ ദി സെക്രീഷൻ ഓഫ് HCl ആൻഡ് പെപ്സിനോജൻ. ആ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് ഹോർമോൺ നമ്മൾ ഏതിനെ പറ്റിയാണ് പറയുന്നത്? സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോസ്റ്റാറ്റിൻ എപ്പോഴാണ് റിലീസ് ആവുന്നത്? വെൻ സ്റ്റൊമക് ഇസ് എംപ്റ്റീഡ്. അപ്പൊ എംപ്റ്റീഡ് ആവുമ്പോൾ സൊമാറ്റോസ്റ്റാറ്റിൻ ഇസ് റിലീസ്ഡ് ആൻഡ് എന്ത് ചെയ്യുന്നു? ഇറ്റ് പ്രിവെന്റ്സ് ദി റിലീസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിൻസ് ദി ആസിഡിക് എൻവയൺമെന്റ് ഡസ് നോട്ട് നീഡ് ടു ബി മെയിൻറ്റെയിൻ. അപ്പൊ നമുക്കറിയാം ഗ്യാസ്ട്രിൻ ഒരു സൈഡിൽ സെക്രീഷൻ ഓഫ് HCl ഉം പെപ്സിനോജനും ഒക്കെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇതേ സമയം ഇൻ കേസ് വെൻ സ്റ്റമക്ക് ഇസ് എംപ്റ്റി, ഫുഡ് ഇല്ല, അപ്പൊ ഫുഡിന്റെ ഡൈജഷൻ ആണ് മെയിൻലി HCl ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റമക്ക് എംപ്റ്റി ആണെങ്കിൽ അപ്പൊ നമ്മൾ ഏത് സിഗ്നൽ കൊടുക്കണം? ഇപ്പോ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സിന്തസിസ് ആവശ്യം ഇല്ല, റിലീസ് ആവശ്യം ഇല്ല എന്ന് നമ്മളൊന്ന് സിഗ്നൽ ചെയ്യണം. അപ്പോ ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു ബി മെയിൻറ്റെയിൻഡ്. നമ്മൾ ഏത് ഹോർമോൺ സഹായത്തിലാണ് സിഗ്നൽ ചെയ്യുന്നത്? സൊമാറ്റോസ്റ്റാറ്റിൻ ഹെൽപ്സ് ഇൻ ദിസ് സിഗ്നലിംഗ്. ഇനി ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഏതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? പ്രിവെന്റിംഗ് ദ റിലീസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി നെക്സ്റ്റ് ഹോർമോൺ സെക്രീറ്റിൻ. എന്താണ് സെക്രീറ്റിൻ? എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഇറ്റ് കോസസ് ദി പാൻക്രിയാസ് ടു ക്രിയേറ്റ് ആൽക്കലൈൻ ബൈകാർബണേറ്റ് സൊല്യൂഷൻ. ആൻഡ് പാൻക്രിയാസിന്റെ ഉള്ളിൽ നിന്ന് അതൊരു പാൻക്രിയാസ് ഓൾറെഡി ബൈകാർബണേറ്റ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് മേക്സ് ആൻ ആൽക്കലൈൻ ബൈകാർബണേറ്റ് സൊല്യൂഷൻ. ആൻഡ് അത് നമ്മുടെ ഡുവോഡിനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡുവോഡിനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ന്യൂട്രലൈസിങ് അസിഡിക് ആയിട്ടുള്ള എൻവയൺമെന്റ് നമുക്ക് പതുക്കെ ആൽക്കലൈൻ ആക്കണം ഇൻസൈഡ് ദി ഇൻറ്റസ്റ്റൈൻ. അപ്പൊ അതിനാര് ഹെൽപ്പ് ചെയ്യുന്നു? സെക്രീറ്റിൻ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്, സെക്രീറ്റിനും കോളിസിസ്റ്റോകൈനിനും അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് കോളിസിസ്റ്റോകൈനിൻ എന്തിനാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ഡയറക്ട്ലി സ്റ്റിമുലേറ്റ്സ് ദി ഗോൾ ബ്ലാഡർ. എന്തിനാണ് ഗോൾ ബ്ലാഡർ? നമുക്കറിയാം ബൈൽ ഇസ് സ്റ്റോർഡ് വിത്തിൻ ദി ഗോൾ ബ്ലാഡർ. ഇനി അത് ആവശ്യത്തിനനുസരിച്ച് ഡുവോഡിനത്തിലേക്ക് റിലീസ് ചെയ്യണം. അപ്പൊ അതിന് ആര് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു? കോളിസിസ്റ്റോകൈനിൻ. അപ്പൊ ഇത്രയാണ് ഹോർമോണൽ കൺട്രോൾ ഓഫ് സെക്രീഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ പറഞ്ഞിരിക്കുന്ന ഹോർമോൺസിന്റെ പേര് അലോങ് വിത്ത് ദ ഫങ്ഷൻസ് അത് അറിഞ്ഞിരിക്കണം. ഹോർമോണൽ കൺട്രോൾ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതില് ഗ്യാസ്ട്രിൻ നമ്മളിപ്പോ ഓൾറെഡി കണ്ടു, സ്റ്റിമുലേറ്റ്സ് ദ റിലീസ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് ആൻഡ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് കൈം ഇൻസൈഡ് ദി സ്റ്റമക്. ഇനി ഈ കൈം ഉണ്ടായിക്കഴിഞ്ഞാല് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തിനെ സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു? ടു പ്രൊഡ്യൂസ് സെക്രീറ്റിൻ ആൻഡ് കോളിസിസ്റ്റോകൈനിൻ. നമുക്കറിയാം സെക്രീറ്റിനും കോളിസിസ്റ്റോകൈനിനും എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി സെക്രീറ്റിൻ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു സോഡിയം ബൈകാർബണേറ്റ് റിലീസ് ഫ്രം പാൻക്രിയാസ്. അതേപോലെ തന്നെ കോളിസിസ്റ്റോകൈനിൻ മെയിൻലി ഗോൾ ബ്ലാഡറിൽ നിന്ന് ബൈലിന്റെ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും അലോങ് വിത്ത് ദ റിലീസ് ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഫ്രം പാൻക്രിയാസ്. ഇനി ഇതിൽ നിന്ന് വരുന്ന ഈ സോഡിയം ബൈകാർബണേറ്റ് ഇൻറ്റസ്റ്റൈനിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ബൈ ന്യൂട്രലൈസിങ് ആസിഡ്സ്. ആസിഡിക് ഫുഡാണ് ഡയറക്ട്ലി ഇൻറ്റസ്റ്റൈൻ റിസീവ് ചെയ്യുന്നത്, അത് പതുക്കെ ആൽക്കലൈൻ ആക്കാൻ ഈ സോഡിയം ബൈകാർബണേറ്റ് സൊല്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് തിങ് കോളിസിസ്റ്റോകൈനിൻ ചെയ്യുന്നത് ഗോൾ ബ്ലാഡറിനെ കൺട്രാക്ട് ചെയ്ത് അതിന്റെ കണ്ടന്റ് എങ്ങോട്ടേക്ക് പോറിൻ ചെയ്യുന്നു? നമ്മുടെ ഡുവോഡിനത്തിലേക്ക് പതുക്കെ പോറിൻ ചെയ്യുന്നു. ആൻഡ് സെക്രീറ്റിൻ ഓൾസോ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ബൈൽ സെക്രീഷൻ ഇൻ ലിവർ. അപ്പൊ ഈ 6 പോയിന്റ്സും കൂടി അറിഞ്ഞിരിക്കാം. ഇനി 9th ക്വസ്റ്റിലേക്ക് പോവാണെങ്കിൽ
9th ക്വസ്റ്റ്യൻ ഈസിയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഇൻഡൈജഷൻ, മെൻഷൻ ദെയർ മേജർ കോസസ്. കോൺസ്റ്റിപ്പേഷൻ നമുക്കറിയാം എന്താണ്, നമ്മുടെ രക്തത്തിൽ ബവൽ മൂവ്മെന്റ് ഇറഗുലർ ആയിട്ട് അക്കർ ചെയ്യുന്നു. കോൺസ്റ്റിപ്പേഷനിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ മെയിൻലി ഇറഗുലർ ബവൽ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പൊ ഈ ഇറഗുലർ ബവൽ മൂവ്മെന്റ് കാരണം ആര് എവിടെ ആക്യുമുലേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഫീസസ് ആർ റീറ്റെയിൻഡ് വിത്തിൻ ദി റെക്ടം റിസൾട്ടിങ് ഇൻ കോൺസ്റ്റിപ്പേഷൻ. ഇനി ഇൻഡൈജഷനിൽ നമുക്ക് എന്താണ് കാണുന്നത്, ഇൻഡൈജഷനിൽ മെയിൻലി നടക്കുന്നത് ഒരു ഫീലിംഗ് ഓഫ് ഫുൾനെസ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് ഓഫ് ഫുൾനെസ്. കാരണം എന്താ, നമ്മുടെ ഓൾറെഡി കഴിച്ച ഫുഡൊന്നും പ്രോപ്പർലി ഡൈജസ്റ്റഡ് ആയിട്ടില്ല. ഇംപ്രോപ്പർ ഡൈജഷൻ ഓഫ് ഫുഡ് റിസൾട്ടിങ് ഇൻ എങ്ങനെ ഒരു ഫീലിംഗ് ഓഫ് ഫുൾനെസ്. ഇതാണ് മെയിൻലി എന്താണ് കോൺസ്റ്റിപ്പേഷൻ, എന്താണ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എഴുതി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി വാട്ട് ആർ ദി മേജർ കോസസ് എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോ കോൺസ്റ്റിപ്പേഷനിൽ ഇറഗുലർ ബവൽ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. ഈ ഇറഗുലർ ബവൽ മൂവ്മെന്റ് എന്തൊക്കെ കാരണം ഉണ്ടാവാം? ഒന്നാമത്തത് വാട്ടർ ഡെഫിഷ്യൻസി. അപ്പൊ ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എന്ത് പറ്റുന്നു, വാട്ടർ ഇല്ല. അപ്പൊ വാട്ടർ ഉണ്ടെങ്കിലേ ഒരു കംപ്ലീറ്റ് ബൾക്കായിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നമുക്ക് ഫുഡിനെ ഫൈനലി രക്തത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ ഹോൾഡിങ് ടുഗെദർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരില്ല, വാട്ടർ ഇല്ല. അപ്പൊ വാട്ടർ ഡെഫിഷ്യൻസി ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ലാക്ക് ഓഫ് ഫൈബർ ഇൻ ഡയറ്റ്. ഈ ഫൈബറും എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഫൈനൽ ഫീക്കൽ മാറ്ററിനെ ഒരു ബൾക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഹോൾഡിങ് ടുഗെദർ കുറെ ബാക്കിയുള്ള ബ്രോക്കൺ പീസസിനെ ഹോൾഡ് ടുഗെദർ ചെയ്യുക ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു എ ബൾക്ക് സോ ദാറ്റ് ഈസി പാസേജ് ഇസ് ഡൺ, അല്ലെങ്കിൽ ഈസിലി ഡിഫിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി തേർഡ് പോയിന്റ് സ്പാസം ഓഫ് കോളൺ. കോളൺ എന്ന് പറയുന്ന സ്ട്രക്ചർ സ്പാസം ആയിട്ട് അണ്ടർഗോ ചെയ്താൽ എന്തുണ്ടാവില്ല, പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഫീക്കൽ മാറ്റർ അല്ലെങ്കിൽ ബവൽ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് ലാക്ക് ഓഫ് എക്സസൈസ്. ഇമോഷണൽ സ്ട്രെസ്സും എന്തൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്, പല കെമിക്കൽസും റിലീസ് ചെയ്യുന്നുണ്ട്. ഈ പല കെമിക്കൽസും എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ മൂവ്മെന്റ്സിനെയും ബവൽ മൂവ്മെന്റ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സർട്ടൻ ഡ്രഗ്സ്. ഇത്രയാണ് കോൺസ്റ്റിപ്പേഷന്റെ മേജർ കോസസ് ആയിട്ട് ചോദിച്ചാൽ പറയേണ്ടത്. ഇനി ഇൻഡൈജഷൻ നമ്മൾ ഓൾറെഡി കണ്ടു, ഇംപ്രോപ്പർ ഡൈജഷൻ ആണ് ലീഡിങ് ടു ഫീലിംഗ് ഓഫ് ഫുൾനെസ്. ആൻഡ് ഇതിന്റെ കോസസ് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും, ഇൻഡൈജഷൻ സ്റ്റാർട്ടിങ് ഫ്രം സ്റ്റമക്, നല്ല മൂവ്മെന്റോ ചേർണിങ്ങോ ഒന്നും നടക്കുന്നില്ല, ഫുഡ് കംപ്ലീറ്റ്ലി എംപ്റ്റി ഡൗൺ ആവുന്നില്ല ടു ദി നെക്സ്റ്റ് സബ്സിക്വന്റ് പാർട്ട്. അതിന്റെ കാരണം ഇൻഅഡിക്വേറ്റ് എൻസൈം സെക്രീഷൻ. നമുക്കറിയാം ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് മെയിൻലി എൻസൈംസ് ആണ്. ഈ എൻസൈം സെക്രീറ്റഡ് ആവുന്നില്ല. ആൻഡ് ഈ എൻസൈം സെക്രീറ്റ് ആവാണ്ടിരിക്കാൻ അതർ കോസസ് ഉണ്ട്, ലൈക്ക് എന്ത് ആൻസൈറ്റി പോലുള്ള കോസസ്. ആൻഡ് ഫുഡ് പോയ്സണിങ് വന്നാലും സെയിം തിങ് തന്നെ നടക്കും. ഓവർ ഈറ്റിംഗ്, നമ്മൾ ആവശ്യത്തിനുള്ള ഗ്യാപ്പ് കൊടുക്കുന്നില്ല ഫോർ ദി ഡൈജഷൻ ടു ഒക്കർ. അപ്പോൾ ഓവർ ഈറ്റിംഗ് ആൻഡ് ഓൾസോ സ്പൈസി ഫുഡ് കൺസംഷൻ, ഇതൊക്കെ എന്താണ് കോസസ് ഓഫ് ഇൻഡൈജഷൻ. ഇത്രയാണ് 9th ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ദി എൻസൈമാറ്റിക് ആക്ഷൻ ഓൺ ഫാറ്റ്സ് ഇൻ ദി ഡുവോഡിനം. ഡുവോഡിനത്തിന് ഫാറ്റില് എന്താണ് ആക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇൻ ദി ഡുവോഡിനം നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് പാൻക്രിയാറ്റിക് ലൈപ്പേസസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഡുവോഡിനത്തിൽ മെയിൻ ആയിട്ട് ഉള്ളത് ഒന്ന് പാൻക്രിയാറ്റിക് ലൈപ്പേസസ് ഫോർ ദി ഡൈജഷൻ ഓഫ് ഫാറ്റ്. അലോങ് വിത്ത് ദാറ്റ് നമുക്ക് ബൈലും ഉണ്ടെന്ന് അറിയാം. ഈ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു ഇൻടു ഡൈഗ്ലിസറൈഡ് ആൻഡ് സബ്സിക്വന്റ്ലി ഇൻടു മോണോഗ്ലിസറൈഡ്. ഇത് രണ്ടും ആരാണ് ഇതിനെ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിന്ന് റിലീസ് നടക്കുന്ന പാൻക്രിയാറ്റിക് ലൈപ്പേസും ബൈലും ഒക്കെ കൂടിയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ബൈലിന്റെ ഇമ്പോർട്ടൻസ് ഞാനൊരു 2 മിനിറ്റ് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഫാറ്റിന് ഇത്രയും നടന്നു. ഇനി ഈ ഡൈഗ്ലിസറൈഡും മോണോഗ്ലിസറൈഡിലും അഗെയിൻ ആക്ട് ചെയ്ത് അതിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും, അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഇൻറ്റസ്റ്റൈനൽ ലൈപ്പേസസ്. അപ്പൊ അഗെയിൻ ഈ ഡൈ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഡൈ ആൻഡ് മോണോഗ്ലിസറൈഡ്സ് ഉണ്ടല്ലോ, അതിലേക്ക് ആക്ട് ചെയ്യുന്നു, ഇൻറ്റസ്റ്റൈനൽ ലൈപ്പേസസ്. എന്നിട്ട് ആക്ട് ചെയ്ത് അവരെ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത്രയാണ് മെയിൻലി ഡുവോഡിനത്തിൽ ഫാറ്റിന് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പറയാനുള്ളത്. ഓ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, മെയിൻലി ദ ഡൈജഷൻ ഓഫ് ഫാറ്റ്സ് ഇൻടു ഡൈ ആൻഡ് മോണോഗ്ലിസറൈഡ് ആൻഡ് സബ്സിക്വന്റ്ലി ഇൻടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ മീഡിയേറ്റ് ചെയ്യുന്നത് ലൈപ്പേസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ്. ആൻഡ് സ്റ്റമക്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഭയങ്കര സ്മോൾ എമൗണ്ടിലാണ് ലൈപ്പേസ് നടക്കുന്നത്. അപ്പൊ മേജർ ആയിട്ട് ഫാറ്റിന്റെ ഡൈജഷൻ സ്റ്റമക്കിൽ നടക്കുന്നില്ല. മേജർ ഫ്രാക്ഷൻ ഓഫ് ലൈപ്പേസ് നമുക്ക് എവിടെയാണ് കാണുന്നത്,
intestinal juice, അതായത് സക്കസ് എൻറ്ററിക്കസിലും പാൻക്രിയാറ്റിക് ജ്യൂസ് വിച്ച് ഇസ് പാൻക്രിയാറ്റിക് ജ്യൂസിലെ പാൻക്രിയാറ്റിക് ലൈപ്പേസ് ആയിട്ടാണ് മേജർ ഫ്രാക്ഷൻ ഓഫ് ലൈപ്പേസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബൈൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, അതായത് വലിയ ഫാറ്റിന്റെ മോളിക്യൂളിനെ ചെറിയ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്, ബൈൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ആക്ടിവേഷൻ ഓഫ് ലൈപ്പേസസ് ഫോർ ദർ ആക്ഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻലി ബൈൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇമൾസിഫിക്കേഷനോട് കാണിച്ചിട്ടുണ്ട് ഒരു വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾ കാണാം. ആൻഡ് നമുക്കറിയാം നമ്മുടെ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ലൂമൻ എടുത്തിട്ട് അത് മേജർ ആയിട്ടും അക്വസ് ബേസ്ഡ് ആണ്, അതായത് വാട്ടർ ബേസ്ഡ് ആണ്. അങ്ങനെയുള്ള വാട്ടർ ബേസ്ഡ് എൻവയൺമെന്റ് നമുക്കറിയാം എന്ത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഫാറ്റിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്, നമ്മുടെ ബൈൽ സോൾട്ട്. ബൈൽ സോൾട്ട് എന്ത് ചെയ്യുന്നു, ഈ ഫാറ്റ് ഡ്രോപ്ലെറ്റ് ആയിട്ട് ഓൾറെഡി കൺവേർട്ട് ചെയ്തു. ആൻഡ് ഈ ഫാറ്റ് ഡ്രോപ്ലെറ്റ് ആയതിന് നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ ബേസ്ഡ് ഇത് നമ്മുടെ ഒരു വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾ ആണ്. ദിസ് ഇസ് ബൈൽ സോൾട്ട്. അപ്പൊ ബൈൽ സോൾട്ടിന് ഒരു ഹൈഡ്രോഫിലിക് പാർട്ടും ഉണ്ട്, ഒരു ഹൈഡ്രോഫോബിക് പാർട്ടും ഉണ്ട്. അപ്പൊ ഈ വലിയ ഫാറ്റ് ഗ്ലോബ്യൂളിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ഗ്ലോബ്യൂൾസ് റിലീസ്ഡ് ഹിയർ, ചെറിയ ഗ്ലോബ്യൂൾസ് ആർ റിലീസ്ഡ്. പക്ഷെ അവർക്ക് ഇൻറ്റസ്റ്റൈനിലെ അക്വസ് മീഡിയത്തിലും സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ബൈൽ സോൾട്ട് പോയി അതിനെ കവർ ചെയ്യുന്നു. ആൻഡ് ബൈൽ സോൾട്ട് കവർ ചെയ്യുമ്പോൾ അതിന്റെ ഹൈഡ്രോഫോബിക് പാർട്ട് ഇസ് ഡിറക്റ്റഡ് ടുവേർഡ്സ് എങ്ങോട്ടേക്ക്, നമ്മുടെ ഫാറ്റിന്റെ റീജിയനിലേക്ക്. അപ്പൊ ഹൈഡ്രോഫോബിക് ഇൻവേർഡ്സ് ആൻഡ് ഹൈഡ്രോഫിലിക് ഔട്ട്വേർഡ്. അപ്പൊ നമുക്ക് എന്തായി, പുറത്തുള്ള ആക്വസ് മീഡിയം നോക്കുമ്പോൾ ദേ ക്യാൻ ഓൺലി സീ ദി ഹൈഡ്രോഫിലിക് പാർട്ട് ഓഫ് ദി ബൈൽ സോൾട്ട്. അങ്ങനെ ഇൻറ്റസ്റ്റൈനിലെ എക്സിസ്റ്റൻസ് പോസിബിൾ ആക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇമൾസിഫൈഡ് ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ്. അതായത് ബൈൽ സോൾട്ട് വന്ന് സറൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ്. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഇത്, പാൻക്രിയാറ്റിക് ലൈപ്പേസ് വന്ന് എന്താക്കുന്നു, ഇമൾസിഫൈഡ് ഫാറ്റിനെ അഗെയിൻ ഡൈഗ്ലിസറൈഡും മോണോഗ്ലിസറൈഡും ആക്കുന്നു. അത് കഴിഞ്ഞ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലെ ഇൻറ്റസ്റ്റൈനൽ ലൈപ്പേസ് വന്ന് അതിന് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ചെറിയൊരു ഡയഗ്രാം ബേസ്ഡ് എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിപ്പിഡിന് എങ്ങനെയാണ് ഡൈഗ്ലിസറൈഡ് ആകുന്നത്, അതിന് ലാസ്റ്റ് മോണോഗ്ലിസറൈഡ് ആകും. ഇത്രയാണ് ഏതിന്റെ ആൻസർ, 10th ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ഈ ഫാറ്റിന്റെ ഡൈജഷൻ കംപ്ലീഷൻ സേക്കിന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ആ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഫാറ്റ്സ് ഓൾറെഡി എങ്ങനെയാണ് വാട്ടറി ലെയർ ഓഫ് മ്യൂക്കസിൽ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഹൗ വിൽ ദ ഫാറ്റ്സ് പാസ് ത്രൂ ദി വാട്ടറി ലെയർ ഓഫ് മ്യൂക്കസ് ദാറ്റ് കോട്സ് ദി absorptive lining of the digestive tract. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാൽ അതിന്റെ ആൻസർ എങ്ങനെ പറയാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. അതിന്റെ ആൻസർ എന്താണ്, ബൈൽ. ഇപ്പൊ ഞാൻ ഏറ്റവും ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റ് തന്നെയാണ്. ബൈൽ സോൾട്ട് എന്ത് ചെയ്യുന്നു, ബൈൽ സോൾട്ട് വന്ന് ഫാറ്റി ആസിഡിനെയും മോണോഗ്ലിസറൈഡിനെയും എൻവലപ്പ് ചെയ്ത് ഒരു ഔട്ടർ സെക്യൂർ എൻവയൺമെന്റ് ഫോം ചെയ്യുന്നു. ആൻഡ് ഫോർമേഷൻ ഓഫ് മിസൽസ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നു. അപ്പൊ മിസൽസിന് എങ്ങനെയാ, ഇറ്റ് ഹാസ് എ ഫാറ്റി ആസിഡ് കോർ വിത്ത് വാട്ടർ സോൾബിൾ എക്സ്റ്റീരിയർ. നമ്മളിപ്പോ പറഞ്ഞ സാധനം തന്നെയാണ് ഓൾറെഡി. എന്താണ്, നടുക്കുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾ ഉണ്ട്. ഫാറ്റ് ഗ്ലോബ്യൂളിന്റെ ഫാറ്റിനെ ഡിറക്ട് ചെയ്തുകൊണ്ട് ഹൈഡ്രോഫോബിക് പാർട്ട് ഓഫ് ബൈൽ സോൾട്ടും ഹൈഡ്രോഫിലിക് ഹെഡ് എങ്ങോട്ടേക്ക് അക്വസ് സൊല്യൂഷനിൽ ഡിറക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഹൈഡ്രോഫോബിക് ടെയിൽ നമുക്ക് ഉള്ളിലോട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദസ് ഹോൾഡിങ് ഏത് ടുഗെദർ, നമ്മുടെ ഫാറ്റ് ഗ്ലോബ്യൂളിനെ ടുഗെദർ ആയിട്ട് ഹോൾഡ് ചെയ്യും. ഇതെങ്ങനെ എന്ത് ചെയ്യുന്നു, സബ്സീക്വന്റ്ലി ദിസ് അലൗസ് ദി എഫിഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ. ഈ ഫാറ്റിനെ മിസൽ ഫോമിൽ അക്വസ് എൻവയൺമെന്റിൽ പോലും പ്രൊട്ടക്റ്റഡ് ആയി സെക്യൂർ ആയി കീപ്പ് ചെയ്ത് ഫൈനലി ഇൻറ്റസ്റ്റൈനൽ മൈക്രോവിലസിലേക്ക് എത്തുന്നു. ആൻഡ് ഇൻറ്റസ്റ്റൈനൽ മൈക്രോവിലസിൽ എന്ത് പറ്റുന്നു, ദ ഫാറ്റ് കോമ്പണൻസ് ആർ ഫൈനലി റിലീസ്ഡ് ആൻഡ് ഫൈനലി ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ സെൽസിലേക്ക് ഡിസെമിനേറ്റ് അല്ലെങ്കിൽ റിലീസ് നടക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് നമ്മളിപ്പോ എന്ത് പഠിച്ചു, ലിപ്പിഡ്സിന് സ്പെഷ്യൽ ഫോർമേഷൻ, അതായത് അക്വസ് എൻവയൺമെന്റിൽ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോ ഇനി ഇതിനെ വാട്ടർ ബേസ്ഡ് എൻവയൺമെന്റിൽ നമ്മൾ സെക്യൂർലി പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ ഓൾറെഡി അബ്സോർപ്ഷൻ വരെ എത്തിക്കഴിഞ്ഞു. അബ്സോർപ്ഷൻ കഴിഞ്ഞ് അഗെയിൻ പ്രോബ്ലം ഇസ് ബ്ലഡ് സ്ട്രീമും എങ്ങനെയാണ്, ഒരു അക്വസ് എൻവയൺമെന്റ് പോലെ തന്നെയാണ്, വാട്ടർ ബേസ്ഡ് എൻവയൺമെന്റ് ആണ്. അപ്പൊ അഗെയിൻ ആ ബ്ലഡിലും ഏത് വേണം, ഈ സ്പെഷ്യൽ ഹാൻഡ്ലിംഗ് വേണം ഫോർ ദി മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രാവൽ ഓഫ് ഫാറ്റ്സ് ഇൻ ടു ദർ അവരുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഇൻറ്റസ്റ്റൈനൽ സെൽസിന്റെ ഉള്ളിൽ തന്നെ അവരെ മോണോഗ്ലിസറൈഡിനെയും ഫാറ്റി ആസിഡിനെയും റീഅസംബിൾ ചെയ്ത് അവരെ
റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തിലേക്ക് കൺവേർട്ടഡ് ആക്കുന്നു, ട്രൈഗ്ലിസറൈഡ്സിലേക്ക് കൺവേർട്ടഡ് ആക്കുന്നു. ആൻഡ് ഈ ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ കഴിക്കുന്ന ചെറിയ എമൗണ്ട് ഡയറ്ററി കൊളസ്ട്രോളും ഫോസ്ഫോലിപ്പിഡും എല്ലാം കൂടി ചേർന്ന് എന്തുണ്ടാക്കുന്നു, ഒരു പ്രോട്ടീൻ കാരിയറെ പോയി മീറ്റ് ചെയ്യുന്നു. ആൻഡ് പ്രോട്ടീനോട് പറയുന്നു, ഞങ്ങൾക്ക് ഫാറ്റ്സിന് വാട്ടർ എൻവയൺമെന്റിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം, ഞങ്ങളെ ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോട്ടീൻ എന്ത് പറയുന്നു, ഓക്കെ ഞാൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ് പ്രോട്ടീൻ കാരിയർ അക്സെപ്റ്റ് ചെയ്യുന്നു ഇവരുടെ ഇൻവൈറ്റ്. അങ്ങനെ പ്രോട്ടീൻ കാരിയറും ഈ ട്രൈഗ്ലിസറൈഡ് കൊളസ്ട്രോൾ ഫോസ്ഫോലിപ്പിഡും ഒക്കെ ജോയിൻ ചെയ്ത് എന്തുണ്ടാവുന്നു, സ്ട്രക്ചർ കോൾഡ് ലൈപ്പോ പ്രോട്ടീൻ. ഈ ലൈപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഒരു റീഅസംബിൾഡ് ഫോം ആണ്. ഇതിന്റെ ഇന്നർ കോറിൽ പ്രൈമറിലി നമുക്ക് എന്ത് കാണാൻ പറ്റും, ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള സാധനം വിച്ച് ഇസ് ട്രൈഗ്ലിസറൈഡ്സ് ആൻഡ് കൊളസ്ട്രോൾ എസ്റ്റേഴ്സ്. കൊളസ്ട്രോൾ എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, കൊളസ്ട്രോൾ വിച്ച് ഇസ് ലിങ്ക്ഡ് വിത്ത് ദ ഫാറ്റി ആസിഡ്. കൊളസ്ട്രോളും ഫാറ്റി ആസിഡും ജോയിൻ ചെയ്ത് കൊളസ്ട്രോൾ എസ്റ്ററും ട്രൈഗ്ലിസറൈഡും മെയിൻലി ഇന്നർ കോർ ലൈപ്പോ പ്രോട്ടീൻ ഓക്യുപ്പൈ ചെയ്യുന്നു. ആൻഡ് ഔട്ടർ മോസ്റ്റ് എൻവലപ്പ് ആരെ കൊണ്ട് ഓക്യുപ്പൈ ചെയ്യിപ്പിക്കും, നമ്മുടെ ഫോസ്ഫോലിപ്പിഡ്സ്. അപ്പൊ ഔട്ടർ എൻവലപ്പില് പ്രോട്ടീൻ കാരിയർ ആയിട്ടുള്ള പ്രോട്ടീൻ പറഞ്ഞു, കൊളസ്ട്രോൾ പറഞ്ഞു, ആൻഡ് ഓൾസോ ഫോസ്ഫോലിപ്പിഡ്. ഇവർ മൂന്നുപേരും ഔട്ടർ എൻവലപ്പ് ഉണ്ടാക്കി. ഇന്നർ എൻവലപ്പിൽ നമ്മുടെ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോൾ എസ്റ്ററും ഓക്യുപ്പൈ ചെയ്യുന്നു. ആൻഡ് ഈ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഈ ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടുഗെദർ ദേ ഫോം എ കൈലോമൈക്രോൺ. കൈലോമൈക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ ലാർജ് ലൈപ്പോ പ്രോട്ടീൻ. ആൻഡ് കൈലോമൈക്രോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്തിനാണ്, നൗ വെൻ ദേ എൻറ്റർ ആഫ്റ്റർ അബ്സോർപ്ഷൻ, വൺസ് ദേ എൻറ്റേഴ്സ് ദി ലിംഫാറ്റിക് സിസ്റ്റം. ആൻഡ് നമുക്ക് എന്താ പറയാം, ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് ആദ്യം അബ്സോർബ് ചെയ്തെടുക്കുന്നു, ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നിന്ന് ഫൈനലി ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് നടക്കുന്നു. അങ്ങനെ ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് നടക്കുമ്പോൾ വാട്ടർ ബേസ്ഡ് എൻവയറൺമെന്റ് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ നമ്മൾ അതിനെ ഒരു ഔട്ടർ എൻവലപ്പും ഇൻട്യൂട്ട് ചെയ്തു. അങ്ങനെ ഈ കൈലോമൈക്രോൺ എന്ന് പറയുന്ന ലാർജ് എൻറ്റിറ്റി എന്തിനെ ഹെൽപ്പ് ചെയ്തു, ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡിലെ ഫാറ്റ് പെർഫെക്റ്റ്ലി ത്രൂ ദി ബോഡീസ് വാട്ടർ ബേസ്ഡ് എൻവയൺമെന്റ്. ആൻഡ് ഫൈനലി അവരുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ലിവറിലേക്കും അതർ ബോഡി ടിഷ്യൂസിലേക്കും അഡിപ്പോസ് ടിഷ്യൂസിലേക്കും ഒക്കെ അങ്ങനെ ഫാറ്റിനെ അവർ കൊണ്ട് എത്തിക്കുന്നു. ഇത്രയാണ് മെയിൻലി അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ. നമുക്ക് അറിയാം കൊളസ്ട്രോൾ ആസ് ഇറ്റ് ഇസ്, നമുക്കറിയാം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കൊളസ്ട്രോൾ കണ്ടെയ്നിങ് ആയിട്ട് ഫുഡ് എന്താക്കും, മാക്സിമം കുറക്കാൻ നോക്കും. പക്ഷെ നമ്മൾ ജനറലി അറിഞ്ഞിരിക്കേണ്ടത് കൊളസ്ട്രോൾ ജനറലി പുവർ ആയിട്ടാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. നമ്മൾ ഡയറ്ററി ഹാബിറ്റ്സിൽ കൂടുതൽ കൊളസ്ട്രോൾ കഴിച്ചാലും അബ്സോർപ്ഷൻ ഇസ് വെരി ലെസ്. പക്ഷെ ഫോസ്ഫോലിപ്പിഡ്സിനെ ട്രൈഗ്ലിസറൈഡിനെ കാട്ടി അബ്സോർപ്ഷൻ കൊളസ്ട്രോളിന് കുറവാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡയറ്ററി ഫാറ്റ്, കൊളസ്ട്രോൾ അല്ലാത്ത ബാക്കിയുള്ള ഡയറ്ററി ഫാറ്റ് നമ്മൾ ഇൻക്രീസ്ഡ് ഇൻടേക്ക് എടുക്കുമ്പോൾ അപ്പൊ എന്ത് പറ്റും, ഈ കൊളസ്ട്രോൾ അബ്സോർപ്ഷൻ കൂടുന്നു. ആൻഡ് ഓൾസോ നമ്മൾ ഹൈ ഫൈബർ കണ്ടന്റ് ആണ് കഴിക്കുന്നതെങ്കിൽ കൊളസ്ട്രോൾ അബ്സോർപ്ഷൻ അഗെയിൻ നമുക്ക് കുറക്കാൻ സാധിക്കും. അപ്പോ ഈ റീസൺ കൊണ്ട് നമ്മൾ എന്തെന്ന് പറയുന്നു, ബ്ലഡ് കൊളസ്ട്രോൾ കൂടിയവരോട് നമ്മൾ എന്തെന്ന് പറയുന്നു, ഹൈ ഇൻടേക്ക് ഓഫ് ഫൈബർ ആൻഡ് ലെസ് ഇൻടേക്ക് ഓഫ് ഡയറ്ററി ഫാറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഉണ്ടായതാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. എങ്ങനെ ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ ഉള്ളവരോട് നമ്മൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുക, അതിന്റെ ബേസിസ് എന്താണെന്നുള്ളത്. ഇനി ഫുഡ്സ് ഹൈ ഇൻ ഫൈബർ സച്ച് എസ് ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഓട്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബൈൽ സോൾട്ടിനെ ബൈൻഡ് ചെയ്യുന്നു ആൻഡ് ഓൾസോ കൊളസ്ട്രോളിനെ ബൈൻഡ് ചെയ്ത് വെക്കുന്നു, പ്രിവെന്റിങ് ദയർ അബ്സോർപ്ഷൻ. അപ്പോ ബൈൽ സോൾട്ടും കൊളസ്ട്രോളും എന്ത് ചെയ്തു, അവരെ ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നു ഇൻസൈഡ് ദി കോളൻ ആൻഡ് അവരെ എക്സ്ക്രീറ്റഡ് ചെയ്യുന്നു റാദർ ദാൻ ഗെറ്റിംഗ് അബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ് സ്ട്രീം. അപ്പൊ ദാസ് പ്രിവെന്റിങ് അബ്സോർപ്ഷൻ. അപ്പോ എന്തുകൊണ്ടാണ് കൂടുതൽ ഹൈ ഫൈബർ റിച്ച് ഡയറ്റ് കഴിക്കാൻ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലോ ഡയറ്ററി ഫാറ്റ് ജനറലി ബ്ലഡ് കൊളസ്ട്രോൾ കൂടിയവരിലും ഹെൽത്തി ആവാനും കൂടിയിട്ടുള്ള നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് എന്ത്, ലെസ് ഫാറ്റും ഹൈ ഫൈബർ കണ്ടന്റും. അതിന്റെ ബേസിസ് ആണ് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10th ക്വസ്റ്റ്യന്റെ ആൻസർ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് ജസ്റ്റ് വേറൊരു ക്വസ്റ്റ്യന്റെ പെർസ്പെക്ടീവിൽ പറഞ്ഞാൽ. ഇനി ലോങ് ആൻസർ ടൈപ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന, എ പേഴ്സൺ ഹാഡ് റോട്ടി ആൻഡ് ദാൽ ഫോർ ഹിസ് ലഞ്ച്, ട്രേസ് ചേഞ്ചസ് ഇൻ ദോസ് ഡ്യൂറിംഗ് ഇറ്റ്സ് പാസേജ് ത്രൂ ദി അലിമെന്ററി കനാൽ. അപ്പൊ റോട്ടി കഴിച്ചു, ദാല് കഴിച്ചു. അപ്പൊ റോട്ടി ഇവർ ഉദ്ദേശിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിന്റെ ഹോൾ പാത്വേ പറയാനാണ് ഡൈജഷന്റെ അലിമെന്ററി കനാലിൽ വാട്ട് ഹാപ്പൻസ് ടു കാർബോഹൈഡ്രേറ്റ്സ്. ആൻഡ് സെക്കൻഡ് ദാൽ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണ് ബേസിക്കലി കൂടുതൽ കണ്ടന്റ്. പ്രോട്ടീന്റെ ചേഞ്ചസും ഓൾസോ നമ്മൾ
ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ നമുക്ക് എന്തറിയാം, നമ്മൾ ഡയറക്ട്ലി ഇൻടേക്ക് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എടുത്താല് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഡൈജഷൻ സ്റ്റാർട്ട്സ് എവിടെ? ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി. കാരണം എന്താ, നമുക്ക് ഓറൽ ക്യാവിറ്റിയിൽ സലൈവ ഉണ്ട്. സലൈവയിൽ സലൈവറി അമൈലേസ് അല്ലെങ്കിൽ ടൈലിൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ആ എൻസൈം നമ്മുടെ സ്റ്റാർച്ചിന് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈ ചെറുതായിട്ട് കൊടുത്തിരിക്കുന്ന ഫോണ്ട്, ഇറ്റ് ഇസ് ആക്ച്വലി സപ്പോസ് ടു ബി ഓൺ ടോപ്പ് ഓഫ് ദി ആരോ. അപ്പോ സ്റ്റാർച്ച്, ഞാനിത് കട്ട് ചെയ്ത് ഇതിന്റെ മേലെ എഴുതാം. സ്റ്റാർച്ച് സലൈവറി അമൈലേസിന്റെയും പ്രസൻസിൽ അറ്റ് എ pH ഓഫ് 6 to 8 എന്തായി കൺവേർട്ടഡ് ആവുന്നു? മാൾട്ടോസ്, ഐസോമാൾട്ടോസ് ആൻഡ് ആൽഫ ഡെക്സ്ട്രിനായിട്ട് കൺവേർട്ടഡ് ആവുന്നു. ഇനി ഡയറക്ട്ലി ഓറൽ ക്യാവിറ്റിയിൽ ഇത്രയേ ആയല്ലോ. ഇത്രയായി ഡയറക്ട്ലി പോകുന്ന ഈസോഫേഗസ് വഴി സ്റ്റമക്കിൽ എത്തുന്നു. സ്റ്റമക്കിൽ എങ്ങനെയാണ്? ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈംസ്. അപ്പോ നമ്മുടെ ഈ പാർട്ട്ലി ഡൈജസ്റ്റഡ് റോട്ടി ഓറൽ ക്യാവിറ്റി ഈസോഫേഗസിലേക്കും സ്റ്റമക്കിലേക്കും എത്തുന്നു, കൺട്രോൾഡ് ബൈ പെരിസ്റ്റാൾസിസ്. ആൻഡ് സ്റ്റമക്കില് ഫുഡ് സ്റ്റോറേജ് ആണ് അറൌണ്ട് 4 to 5 hours. പക്ഷെ സ്റ്റമക്കില് വിത്തിൻ ദി സ്റ്റമക് ഗ്യാസ്ട്രിക് ജ്യൂസിൽ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ഇല്ലാത്തതുകൊണ്ട് ഡൈജഷൻ അവിടെ നടക്കുന്നില്ല. ആൻഡ് അവിടുത്തെ പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡിനെ നമ്മൾ കൈം എന്ന് വിളിക്കുന്നു. ആൻഡ് അടുത്തത് എങ്ങോട്ടേക്ക് പോകുന്നു? സ്റ്റമക്കിൽ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ വരുന്നില്ല. നെക്സ്റ്റ് കമ്മിങ് ഇൻ ടു ഇന്റസ്റ്റൈൻ. ഇന്റസ്റ്റൈനിൽ ഫസ്റ്റ് പാൻക്രിയാറ്റിക് ജ്യൂസ് എത്തുന്നു. എങ്ങോട്ടേക്ക്? നമ്മുടെ ഡുവോഡിനത്തിലേക്ക്. ആൻഡ് കാർബോഹൈഡ്രേറ്റ്സിനെ പാൻക്രിയാറ്റിക് അമൈലേസ് ആക്ട് ചെയ്ത് ഡൈസാക്കറൈഡ് ആയിട്ട് കൺവേർട്ടഡ് ചെയ്യുന്നു. ഓൾസോ പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ കൂടെ തന്നെ എന്തും കൂടി ഉണ്ട്? ഇന്റസ്റ്റൈനൽ ജ്യൂസ് ഉണ്ട്. ആൻഡ് ഇന്റസ്റ്റൈനൽ ജ്യൂസ് എന്തുണ്ടാക്കുന്നു? അവർക്ക് മാൾട്ടേസ്, ഐസോമാൾട്ടേസ്, സൂക്രേസ്, ലാക്ടേസ് ആൻഡ് ആൽഫ ഡെക്സ്റ്റിനേസ്, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ മാൾട്ടോസ്, ഐസോമാൾട്ടോസ്, ആൽഫ ഡെക്സ്റ്റിനൊക്കെ അഗെയിൻ ഡൈജസ്റ്റ് ചെയ്യുന്നു ടു സിംപ്ലർ ഫോം. അപ്പൊ മാൾട്ടോസിനെ ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് ആക്കുന്നു. ഐസോമാൾട്ടോസിനെ അഗെയിൻ ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ്. സൂക്രോസിനെ അഗെയിൻ 2 ഗ്ലൂക്കോസ് ആക്കുന്നു. ലാക്ടേസിനെ അഗെയിൻ 2 ഗ്ലൂക്കോസ് ആക്കുന്നു. ആൻഡ് ഫൈനലി ആൽഫ ഡെക്സ്റ്റിനെ ആൽഫ ഡെക്സ്റ്റിനേസ് വെച്ച് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ടഡ് ആക്കുന്നു. ഇത്രയും ഇന്റസ്റ്റൈനൽ ജ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോ പാൻക്രിയാറ്റിക് ജ്യൂസിൽ നടക്കുന്ന എൻ പ്രോഡക്റ്റ് ഡൈസാക്രൈഡ് ആയിരുന്നെങ്കിൽ ഇന്റസ്റ്റൈനൽ ജ്യൂസിൽ നടക്കുന്ന എൻ പ്രോഡക്റ്റ് എന്താണ്? മോസ്റ്റ് ബേസിക് ഗ്ലൂക്കോസ് ആയിട്ടാണ് കൺവേർട്ടഡ് ചെയ്യുന്നത്. ഇനി ഇത്രയാണ് നമ്മുടെ കഴിച്ച റോട്ടിക്ക് സംഭവിച്ചത്. ഇനി ദാലിന്റെ പറയാനാണെങ്കിൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീനെ എന്താക്കണം? ഫൈനലി അൾട്ടിമേറ്റ്ലി അമിനോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി ഓറൽ ക്യാവിറ്റിയിൽ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ എന്ത് പറ്റുന്നുണ്ട്? ഒന്നും പറ്റുന്നില്ല. കാരണം എന്താ? സലൈവയില് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ഇല്ല. ഇനി അത് കഴിഞ്ഞ് സ്റ്റമക്കിലേക്ക് എത്തുന്നു. സ്റ്റമക്കില് എന്തുണ്ട്? ദ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ സ്റ്റാർട്ട്സ്. ആൻഡ് സ്റ്റമക്കില് 4 to 5 hours സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് സ്റ്റമക്കിലെ ഗ്ലാൻസ് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി കണ്ടു. ഗ്യാസ്ട്രിക് ഗ്ലാൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്. അതിൽ HCl വരുന്നുണ്ട്. പ്രോ എൻസൈംസ് ലൈക്ക് പെപ്സിനോജൻ ആൻഡ് പ്രോ റെനിൻ വരുന്നുണ്ട്. ആൻഡ് ഇവര് വന്ന് എന്തായിട്ട് കൺവേർട്ടഡ് ചെയ്യുന്നു? നമ്മുടെ HCl പ്രസൻസിൽ പെപ്സിനോജൻ വിച്ച് ഇസ് എ പ്രോ എൻസൈം gets activated to become pepsin. and പ്രോട്ടീൻസിനെ ഈ പെപ്സിൻ ആക്ട് ചെയ്ത് എന്താക്കുന്നു? അഗെയിൻ സിംപ്ലർ ഫോംസ് ലൈക്ക് പെപ്റ്റോൺസ് ആൻഡ് പ്രോട്ടിയേസസ് ആക്കുന്നു. അലോങ് വിത്ത് ദാറ്റ് പ്രോ റെനിനെയും നമ്മുടെ HCl ആക്ടിവേറ്റ് ചെയ്ത് റെനിൻ ആക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് സ്റ്റമക്ക് കഴിഞ്ഞ് എങ്ങോട്ടേക്ക് വരുന്നു? സ്റ്റമക്കിലെ എൻ പ്രോഡക്റ്റ് എന്താണ്? പ്രോട്ടീന്റെ നമ്മുടെ പെപ്റ്റോണും പ്രോട്ടിയോസിസും. ഈ പെപ്റ്റോണിനെയും പ്രോട്ടിയോസിനെയും ഇനി ആക്ട് ചെയ്യുന്നത് ആരാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ബാക്കിയുള്ള ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഫസ്റ്റ് തിങ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തുണ്ട്? ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ ആൻഡ് പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. ഇവരൊക്കെ മെയിൻലി പ്രോട്ടീൻ ഡൈജഷനെ എയ്ഡ് ചെയ്യുന്നവരാണ്. ട്രിപ്സിനോജൻ ഇനാക്റ്റീവ് ആണ്. അപ്പൊ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ ഉണ്ടാക്കുന്ന എന്ററോകൈനേസ് വെച്ച് ആക്റ്റീവ് ആയിട്ട് ട്രിപ്സിൻ ആയിട്ട് കൺവേർട്ടഡ് ആവുന്നു. ആൻഡ് ഈ ട്രിപ്സിൻ പോയി നമ്മുടെ പ്രോട്ടീൻസിനെ ഡൈപെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഈ ട്രിപ്സിൻ ആക്ടിവേറ്റ് ചെയ്ത ട്രിപ്സിൻ ഫസ്റ്റ് പ്രോട്ടീനെ ഡൈപെപ്റ്റൈഡ് ചെയ്യുന്ന ആക്കുന്നതിന് കൂടെ തന്നെ എന്തും കൂടി ആക്കുന്നത്? ബാക്കിയുള്ള പ്രോ എൻസൈംസിന്, അതായത് പ്രോ എൻസൈംസ് ഇനാക്റ്റീവ് എൻസൈംസിനെ ആക്റ്റീവ് ആയിട്ടും കൂടി കൺവേർട്ടഡ് ആക്കുന്നുണ്ട്. ഇനി അടുത്ത എൻസൈം കൺവേർട്ടഡ് ആയി ആക്റ്റീവായി കൈമോട്രിപ്സിൻ. കൈമോട്രിപ്സിൻ എന്ത് ചെയ്യുന്നു? അഗൈൻ പെപ്റ്റോൺസിനെ ഡൈപെപ്റ്റൈഡ്സ് ആക്കുന്നു. ആൻഡ് നെക്സ്റ്റ് എൻസൈമും ആക്റ്റീവായി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രിപ്സിൻ. അതും ഈ പ്രോട്ടിയോസിസിനെ ഡൈപെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. മെയിൻലി പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ ആക്ഷൻ കാരണം ഫൈനലി നമുക്ക് കിട്ടുന്ന എന്താണ്? ഡൈപെപ്റ്റൈഡ്സ് ആണ് മെയിൻലി നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആര് ആക്ട് ചെയ്യുന്നു? ഇന്റസ്റ്റൈനൽ ജ്യൂസ് ആക്ട് ചെയ്യുന്നു. ആൻഡ് ഇന്റസ്റ്റൈനൽ ജ്യൂസിൽ എന്തുണ്ട് നമുക്കറിയാം? enterokines which whose action we have already described. ഇനി enterokines കഴിഞ്ഞ്
അവിടെ അത് കൂടാണ്ട് അമിനോ പെപ്റ്റിഡേസ് ഉണ്ട്, ഡൈപെപ്റ്റിഡേസ് ഉണ്ട്. അപ്പൊ ഡൈപെപ്റ്റിഡേസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇവിടെ ഉണ്ടായ ഡൈപെപ്റ്റൈഡിനെ ആക്ട് ചെയ്ത് അത് അമിനോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ പെപ്റ്റൈഡ്സിനെയും ഡൈപെപ്റ്റൈഡ്സിനെയും ഫൈനലി അമിനോ ആസിഡ് ആക്കുന്നത് ആരുടെ ജോലിയാണ്? ഇന്റസ്റ്റൈനൽ ജ്യൂസിന്റെ ജോലിയാണ്. അപ്പൊ ഇതേപോലെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇൻ കേസ് ഓഫ് ഇവിടെ ഇപ്പൊ റോട്ടി ആൻഡ് ദാൽ ചോദിച്ചു, ഇനി ചിലപ്പോൾ ഫാറ്റ് ചോദിച്ചാൽ ഫാറ്റിനും ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന വാട്ട് ആർ ദി വേരിയസ് എൻസൈമാറ്റിക് ടൈപ്സ് ഓഫ് ഗ്ലാൻഡുലാർ സെക്രീഷൻസ് ഇൻ അവർ ഗട്ട് ഹെൽപ്പിംഗ് ഡൈജഷൻ ഓഫ് ഫുഡ്. ഗ്ലാൻസിന്റെ സെക്രീഷൻസിന്റെ എൻസൈം ഏതൊക്കെയാണ്, അതിന്റെ ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് എൻഡ് പ്രോഡക്ട്സ് ആഫ്റ്റർ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ്. നമുക്ക് എന്ത് പറയാൻ പറ്റും, വേരിയസ് എൻസൈമാറ്റിക് സെക്രീഷൻസ് വൺ ബൈ വൺ ഇന്യൂമറേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്കറിയാം, സ്റ്റമക്കിൽ ആദ്യം ഗ്യാസ്ട്രിക് ജ്യൂസ് നമ്മൾ കണ്ടു, ആൻഡ് ബൈൽ, പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ഇന്റസ്റ്റൈനൽ ജ്യൂസ് നമുക്ക് എവിടുന്നാണ് റിലീസ് ചെയ്തത്, സ്മോൾ ഇന്റസ്റ്റൈനില്. ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും നമുക്കറിയാം ആർ റിലീസ്ഡ് ഇൻ ടു ഡുവോഡിനം ത്രൂ ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തൊക്കെ ഉണ്ടെന്ന് എന്യൂമറേറ്റ് ചെയ്ത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, പ്രോ എൻസൈം ആയിട്ടുള്ള പെപ്സിനോജൻ, പ്രോ റെനിൻ തുടങ്ങിയ സാധനങ്ങൾ ഉണ്ട്. ഇനി HCl എന്ത് ചെയ്യുന്നു, സ്ട്രോങ്ലി ആസിഡിക് pH ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇൻസൈഡ് ദി സ്റ്റൊമക്. ഓൾസോ കൺവേർട്സ് നമ്മുടെ പ്രോ എൻസൈമിനെ ആക്റ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഈ എൻസൈംസ് മെയിൻലി ആരിൽ ആക്ട് ചെയ്യുന്നു, പ്രോട്ടീനിൽ ആക്ട് ചെയ്ത് കൺവേർട്സ് ദം ഇൻ ടു സിംപ്ലർ ഫോംസ്. അത് കഴിഞ്ഞ് പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യുവൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചാൽ അത് ജസ്റ്റ് ഇന്യൂമറേറ്റ് ചെയ്യുക. ആൻഡ് അതിന്റെ ആക്ഷൻസ് പറയാം. ട്രിപ്സിനോജൻ എങ്ങനെയാണ് ആക്ടിവേറ്റഡ് ആവുന്നത്, ആര് സെക്രീറ്റ് ചെയ്യുന്ന എൻറ്ററോകൈനീസ് വഴിയാണ് ആക്ടിവേറ്റ് ആവുന്നത്, ആൻഡ് അത് കഴിഞ്ഞ് ട്രിപ്സിൻ എങ്ങനെയാണ് ബാക്കിയുള്ള എൻസൈംസിനെ ലൈക്ക് കാർബോക്സി പെപ്റ്റിഡേ ഇവിടെ കൈമോട്രിപ്സിനോജനെയും പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെയും എങ്ങനെയാണ് ബാക്കിയുള്ള എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് പറയാം. ആൻഡ് അത് കഴിഞ്ഞ് ബൈൽ ഇസ് റിലീസ്ഡ് ഇൻ ടു ഡുവോഡിനം. അതിൽ ബൈൽ പിഗ്മെന്റ്സ് ഉണ്ട്, ബൈൽ സോൾട്ട് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ എന്തില്ല, എൻസൈം ഇല്ല. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരുന്നു. ബൈൽ കണ്ടെയ്ൻസ് നോ എൻസൈംസ്. ഇനി ബൈലിന്റെ ഫംഗ്ഷൻ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ചെയ്തു ആൻഡ് ഓൾസോ ആക്ടിവേറ്റ്സ് ബാക്കിയുള്ള ലൈപ്പേസസ്. അത് കഴിഞ്ഞ് നമ്മുടെ സെക്രീഷൻ ഓഫ് ബ്രഷ് ബോർഡർ സെൽസ് ഓഫ് മ്യൂക്കോസ അലോങ് വിത്ത് മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗോബ്ലെറ്റ് സെൽസ് ഇന്റസ്റ്റൈനൽ ജ്യൂസ് ഉണ്ടാക്കുന്നു. ആൻഡ് ഈ ജ്യൂസിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ഡൈസാക്കറൈഡ് കാണാം, ഡൈപെപ്റ്റിഡേസ്, ലൈപ്പേസ്, ന്യൂക്ലിയോസൈഡേസസ് എക്സെട്ര. ഇത് കഴിഞ്ഞ് മ്യൂക്കസ് അലോങ് വിത്ത് ബൈകാർബണേറ്റ്സ് എന്തുണ്ടാവുന്നു, പാൻക്രിയാസിന് റിലീസ് ആവുന്നു ആൻഡ് ഹെൻസ് പ്രൊട്ടക്ടിങ് ഇന്റസ്റ്റൈനൽ മ്യൂക്കോസ. നമ്മളിപ്പോ സോൾവ് ചെയ്തൊരു ക്വസ്റ്റ്യന്റെ റിപ്പിറ്റേഷൻ ആണ്. ഫ്രം ദി ആസിഡ് ആസ് വെൽ ആസ് പ്രൊവൈഡ് ആൻ ആൽക്കലൈൻ മീഡിയം. ഇനി ഇത് കഴിഞ്ഞ് സബ് മ്യൂക്കോസൽ ഗ്ലാൻഡ്സ് ഉണ്ട് ഇൻ ഡുവോഡിനത്തിലെ സബ് മ്യൂക്കോസൽ ഗ്ലാൻഡ്, ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. ഇതും നോട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ സബ് മ്യൂക്കോസൽ ഗ്ലാൻഡ് ആയിട്ടുള്ള ബ്രണ്ണർ ഗ്ലാൻഡ്സ് ആയ ഡുവോഡിനം എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നു നമ്മൾ ജസ്റ്റ് പറയാം. ഇനി ഫൈനൽ എൻഡ് പ്രോഡക്ട്സും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻ എങ്ങനെയാണ്, ഫൈനലി പെപ്സിൻ, പെപ്റ്റോൺ, ഡൈപെപ്റ്റൈഡ്, അമിനോ ആസിഡ്, ഇതൊക്കെ ഇൻ ഈച്ച് സ്റ്റേജ് ഓഫ് ആലിമെന്ററി കനാൽ, സ്റ്റമക്കില് ഇന്റസ്റ്റൈനില് എങ്ങനെയാണ് അവരുടെ കൺവേർഷൻ, അവരുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദി മെക്കാനിസംസ് ഓഫ് അബ്സോർപ്ഷന് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അതിന്റെ മെക്കാനിസം പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തൊട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.